നമസ്കാരമുണ്ട്. താങ്ക് യു. ഞാൻ കോടതി വാദിച്ചുകൊണ്ടിരിക്കുമ്പോഴാ ഗുമസ്തം എന്ന് പറഞ്ഞത്. കേട്ട പാടെ ഞാൻ ഇങ്ങോട്ട് പോന്നു. എന്താ സാർ കാര്യം? എന്തിനാ എന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞേ? മോഹൻ, എന്തു പറ്റി? നീ എന്താ ഇവിടെ? മിസ്റ്റർ ജനാർദ്ദനൻ നായർ, അശ്വതിയുടെ മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. മോഹൻ അതിൽ പങ്കുണ്ടെന്നുള്ളതിന് ഞങ്ങളുടെ പക്കൽ തെളിവുകളുമുണ്ട്. വാട്ട് നോൺസെൻസ് യു ആർ സ്പീക്കിംഗ് മിസ്റ്റർ അയ്യർ. എന്റെ മകൻ അശ്വതിയെ കൊന്നിട്ടുണ്ടെന്നോ? അതിനുള്ള തെളിവുകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്നോ? യെസ്, ഐ എം ടെല്ലിംഗ് ദ സെൻസ് മിസ്റ്റർ നായർ. അശ്വതി അവസാനമായി കണ്ടതും സംസാരിച്ചതും മോഹനാണ്. അതിന് മോഹൻ അശ്വതിയെ കാണാൻ വന്നു എന്നുള്ളതിന് തെളിവുകളുണ്ട്. 9 മണിക്ക് മോഹൻ തിരിച്ചുപോയി എന്നുള്ളത് മോഹന്റെ മൊഴിയാണ്. അതിന് സാക്ഷികളില്ല. 9:30 അശ്വതിയുടെ മരണം നടക്കുന്നു. 9-നും 9:30-നും ഇടയ്ക്ക് മറ്റാരും അശ്വതിയെ കണ്ടതായി തെളിവുകളില്ല. അപ്പോൾ 9 മണിക്ക് പോയി എന്ന മോഹന്റെ മൊഴി വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. കൂടാതെ 9 മണിക്ക് മുൻപ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരാൾ ഹോട്ടൽ പ്രസിഡന്റിലേക്ക് വിളിച്ച് അശ്വതി ഉണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഫോൺ ഡിസ്കണക്ട് ചെയ്തു. അയാളുടെ ഉദ്ദേശം അശ്വതി ഹോട്ടലിൽ ഉണ്ടോ എന്നറിയണം, അത്രമാത്രം. 353401 നിങ്ങളുടെ വീട്ടിലെ നമ്പറല്ലേ? അതെ. തുടർന്ന് അയാൾ ആ നമ്പറിലും വിളിച്ചിരുന്നു. ആരാണ് അറ്റൻഡ് ചെയ്യുന്നറിയില്ല. നിങ്ങളുമായും അശ്വതിയുമായും ബന്ധമുള്ള ഒരാളാണ് ഈ 2 കോളും ചെയ്തിരിക്കുന്നത്. ഒരു സഹായം ഇല്ലാതെ ഒരാൾക്ക് ഒറ്റയ്ക്ക് അശ്വതിയെ കൊന്നു കിട്ടില്ല. വിളിച്ചയാൾ മോഹനെ സഹായിക്കാനെത്തിയ സുഹൃത്തോ അല്ലെങ്കിൽ സഹായിക്കാൻ വാടകയ്ക്കെടുത്ത ആളോ ആയിരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ സമയത്ത് താൻ വീട്ടിലില്ലെങ്കിൽ അശ്വതിയുടെ മുറിയിൽ ഉണ്ടാവുമെന്ന് മോഹൻ മുൻകൂട്ടി അയാളോട് പറഞ്ഞു കാണും. ഞാൻ അശ്വതിയുടെ മുറിയിൽ ഉണ്ടായിരുന്നപ്പോ ഫോൺ വന്ന കാര്യം ഞാൻ സമ്മതിച്ചല്ലോ. ഞാൻ വാടകയ്ക്കെടുത്ത ആളാണ് ഫോൺ ചെയ്തതെങ്കിൽ ഞാൻ എന്തിനു സമ്മതിക്കണം? അനിയന് തെറ്റിപ്പോയി. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കോൾ വന്ന കാര്യം ഹോട്ടലിലെ ഓപ്പറേറ്ററാ ഞങ്ങളോട് പറഞ്ഞത്. അത് ചോദിച്ചപ്പോ മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ നിങ്ങൾക്കത് സമ്മതിക്കേണ്ടി വന്നു അല്ലേ? കൂടാതെ അശ്വതിയെ തൂക്കാൻ ഉപയോഗിച്ചു എന്ന് കരുതപ്പെടുന്ന സ്റ്റൂളിൽ നിന്നുകൊണ്ട് സീലിംഗിലെ ഹൂക്കിൽ സാരി ഒരുക്കാൻ 6 അടിയിൽ കൂടുതൽ പൊക്കമുള്ള ഒരാൾക്കേ കഴിയൂ. മോഹൻ 6 അടിയിൽ കൂടുതൽ പൊക്കമുണ്ട്. ഇനി കൊല്ലാനുള്ള മോട്ടീവും സഹായി ആരാണെന്നും കൂടി അറിഞ്ഞാൽ. കിട്ടുന്ന കേസൊക്കെ കൊലപാതകമാക്കാനുള്ള ആക്രാന്തത്തില് കെട്ടിച്ചമച്ച ഈ കീറാമാറാപ്പ് ആര് വിശ്വസിക്കും മിസ്റ്റർ? സംശയിച്ചവരൊക്കെ കയ്യിൽ നിന്ന് വഴുതിപ്പോയി. പിന്നെ കിട്ടിയവനെ കുറ്റവാളിയാക്കുക. കൊള്ളാം, നന്നായിരിക്കുന്നു. ഇതാണോ CBIയുടെ രീതി? ഐ വിൽ സ്യൂ യു ഫോർ ദിസ്. മാനനഷ്ടത്തിന് നിങ്ങൾ സമാധാനം പറയേണ്ടി വരും. മുറിയിലിരുന്ന് സംസാരിച്ചത് കൊണ്ടോ 6 അടി പൊക്കമുള്ളത് കൊണ്ടോ ഏതോ ഒരുത്തൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഫോൺ ചെയ്തത് കൊണ്ടോ ഒരാൾ കുറ്റവാളിയാകുമോ എന്ന് എനിക്കൊന്ന് അറിയണം. അശ്വതിയെ കെട്ടിത്തൂച്ച് സാരി വാങ്ങിയത് മോഹനാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ആ കടയുടമസ്ഥൻ മോഹനെ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. No! You are lying! You are a bloody liar! എന്റെ മോൻ ഒരു കടയിൽ നിന്നും സാരി വാങ്ങിച്ചിട്ടില്ല. താൻ പച്ചക്കള്ളമാണ് പറയുന്നത്. വിക്രം സർ, മോഹനല്ല സാരി വാങ്ങിയതെന്ന് എങ്ങനെ മനസ്സിലായി? പറയണം സാർ, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? പറയണം മിസ്റ്റർ. ഇപ്പൊ പറയണം, ആരാ സാരി വാങ്ങിയത്? രമേശാണോ സാരി വാങ്ങിയത്? എങ്കിൽ രമേശ് എന്തിനാ സാരി വാങ്ങിയത്? പറയണം. പറയണം മിസ്റ്റർ. രമേശ് എന്തിനാ സാരി വാങ്ങിയത്? പറയണം വക്കീലേ, എന്തിനാ സാരി വാങ്ങിച്ചത്? പറയാം. മോഹൻ അശ്വതിയെ വിവാഹം കഴിക്കുന്നതിൽ ഞാനെതിരായിരുന്നു. കാരണം